മഴ തോരും മുന്നേ സീരിയലിന്റെ വരാൻ പോകുന്ന നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന തന്റെ ചേച്ചിയാണെന്ന് രോഹിത് മനസ്സിലാക്കുന്നുണ്ട്. വമ്പൻ ടിസ്റ്റുകളോട് കൂടിയിട്ടുള്ള ഒരു മഹാ എപ്പിസോഡാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വൈജയ്ക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി വൈജ ഹോസ്പിറ്റലിലാണ്. വൈജയുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് എല്ലാവരും അവിടെ ഹോസ്പിറ്റലിലായിരിക്കും. ബാലേന്ദ്രനും വൈജയുടെ സഹോദരന്മാരും എല്ലാവരും ഹോസ്പിറ്റലിലുണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി രോഹിത് വീട്ടിലെത്തുന്നുണ്ട്. രോഹിത്തിന്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല, അതുപോലെ തന്നെ ഫോണിലെ റീചാർജും കഴിഞ്ഞു. ആരോടേലും ഒന്ന് പറയാന്ന് വെച്ചാലോ ഫോണില് ബാലൻസും ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നോർത്തുകൊണ്ട് ഇങ്ങനെ രോഹിത് അവിടെ കുറെ നേരം നിൽക്കും. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അലീനയും മുത്തശ്ശിയും ആയിരിക്കും റൂമിലുണ്ടാവുക. അങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ ഫോൺ ഒന്ന് തരുമോ? എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല. എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചിട്ട് അവനെ കൊണ്ട് റീചാർജ് ചെയ്യിപ്പിക്കാനായിട്ടാ. ഓ അതിനെന്താണോ മോനെ, നീ വിളിച്ചോ മോളെ. അലീനെ എന്റെ ഫോണൊന്ന് അവനെ എടുത്തു കൊടുത്തേ. അപ്പോൾ അലീന അവിടെ രോഹിത്തിന്റെ ഫോണൊക്കെ എടുത്തു കൊടുത്തിട്ട് രോഹിത്തിന് വേണ്ടി ഒരു ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകും. അങ്ങനെ രോഹിത് തന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ഫോൺ എടുക്കുന്നില്ല. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ വിളിച്ചോളും, അപ്പൊ എന്നോടൊന്ന് പറഞ്ഞാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് റൂമിലേക്ക് പോവാണ്. അങ്ങനെ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രോഹിത്തിന്റെ കൂട്ടുകാരൻ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അലീന ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് രേവതിക്കുട്ടി അന്ന് വെച്ചിട്ട് കിച്ചണിൽ നിന്ന് ഓടി റൂമിലേക്ക് വരും. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് അറിയാത്തൊരു നമ്പറാണ്. ഇതാരാ ഇപ്പോ? മുത്തശ്ശിയുടെ നമ്പർ അങ്ങനെ ആരുടെ അടുത്തില്ലല്ലോ, പിന്നെ ആരായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് അലീന അവിടെ കുറച്ചു നേരം ചിന്തിച്ച് നിൽക്കും. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അലീനെ, അത് രോഹിത്തിന്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത്. നേരത്തെ രോഹിത്ത് വിളിച്ചപ്പോൾ അവനെ കിട്ടിയില്ല. മോളെന്തായാലും ആ ഫോണൊന്ന് അവന് കൊണ്ടേ കൊടുത്തേക്ക്. ശരി മുത്തശ്ശി, ഞാനിത് കൊടുത്തിട്ട് വരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന മുകളിലേക്ക് പോവാണ്. എന്നിട്ട് രോഹിത്തിനെ വിളിച്ച് ആ ഫോണൊക്കെ കൊടുത്ത് അലീന താഴത്തേക്ക് തന്നെ ഇറങ്ങും. അപ്പൊ രോഹിത് തന്റെ കൂട്ടുകാരനോട് പറയാണ്, എടാ നീ ഒന്ന് എന്റെ നമ്പറിലേക്ക് റീചാർജ് ചെയ്യ്, ക്യാഷൊക്കെ ഞാൻ നിനക്ക് പിന്നെ തരാം. ഞാനിപ്പോ എന്റെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. ഓക്കേടാ, അതൊക്കെ ഞാൻ എന്തായാലും ചെയ്യാം. അതൊക്കെ പോട്ടെ, നിന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റിയതൊക്കെ ഞാൻ അറിഞ്ഞു. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു, ഇപ്പൊ കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നത് എന്നൊക്കെയാണ് എന്നോട് അങ്കിള് പറഞ്ഞത്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാണ്. നീ എന്തായാലും വേഗം ഒന്ന് റീചാർജ് ചെയ്യ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് ഫോണെല്ലാം വെക്കുന്നുണ്ട്. പിന്നീട് രോഹിത് മുത്തശ്ശിയുടെ ഫോൺ അടിമുടി നോക്കും. ഇതേതാ ഫോണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഫോൺ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കും. മുത്തശ്ശിക്ക് എന്തിനാ ഈ വയസ്സാം കാലത്ത് ടച്ച് ഫോണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാണ്. അപ്പോൾ അതിൽ വാട്സപ്പ് കാണും. ഓ മുത്തശ്ശിയൊക്കെ ന്യൂ ജനറേഷൻ ആയോ, വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? മുത്തശ്ശിക്ക് വരെ വാട്സപ്പായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഒക്കെ ഒന്ന് നോക്കുമ്പോ രോഹിത്തിന്റെ കണ്ണിൽ ആ ഒരു വലിയ രഹസ്യം പെടുന്നുണ്ട്. മുമ്പ് ഒരിക്കൽ അലീനയും രേവതിക്കുട്ടി സംസാരിച്ചിട്ടുള്ള ആ ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് ബാലേന്ദ്രൻ തന്റെ ഫോണിലേക്ക് സെൻഡ് ആക്കിയതൊക്കെ രോഹിത്തിന്റെ കണ്ണിൽ പെടുകയാണ്. അച്ഛൻ എന്തിനാ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വോയിസ് ക്ലിപ്പൊക്കെ അച്ഛന്റെ ഫോണിലേക്ക് സെൻഡ് ആക്കിയത്? ഇതെന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന രേവതിക്കുട്ടി സംസാരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അലീന വൈജയുടെ മകളാണെന്നുള്ള സത്യങ്ങളും പിന്നെ രോഹിത് അന്ന് അലീനെ ആക്രമിക്കാൻ വന്ന കാര്യങ്ങളൊക്കെ അലീന രേവതിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തന്നെ രോഹിത് കേൾക്കാണ്. ഇത് കേട്ടതും രോഹിത് അവിടെ ആകെ ഷോക്കായിട്ട് നിൽക്കാണ്. അപ്പൊ ഇത്രയും ദിവസം എനിക്ക് വെച്ച് വിളമ്പി തന്നത് എന്റെ സ്വന്തം ചേച്ചിയായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ പൊട്ടിക്കരയാണ്. ഞാൻ എന്റെ ചേച്ചിയാണല്ലോ ഹരിയുടെ കൂടെ കൂടി നശിപ്പിക്കാൻ നോക്കിയത്. ഞാൻ ഇനി എങ്ങനെ എന്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കും? ഞാനൊരു വൃത്തികെട്ടവനല്ലേ, സ്വന്തം ചേച്ചിയെ നശിപ്പിക്കാനായിട്ട് നോക്കി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് സ്വന്തം മുഖത്ത് അടിച്ചുകൊണ്ട് അവിടെ ഒരേ കരച്ചിലാണ്. ചേച്ചി എന്നോട് ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു, നീ എന്റെ അനിയനാണ്, ഞാൻ നിന്റെ ചേച്ചിയാണെന്നൊക്കെ. ഒരു ദിവസം നീ എന്നോട് ഈ ചെയ്ത് കൂട്ടിയതിനൊക്കെ നീ കരയും രോഹിത്. നീ മനസ്സറിഞ്ഞ് നീ എന്നെ ചേച്ചി എന്ന് വിളിക്കും എന്നൊക്കെയുള്ള അലീന പറഞ്ഞ കാര്യങ്ങളും അലീനയുടെ വാക്കുകളെല്ലാം ഓർത്തിട്ട് രോഹിത് ചങ്ക് പൊട്ടി കരയാണ്. പിന്നീട് കുറെ നേരം കഴിഞ്ഞ് രോഹിത് കണ്ണൊക്കെ തുടച്ച് മുത്തശ്ശിയുടെ ഫോൺ കൊണ്ടു കൊടുക്കാനായിട്ട് പോവാണ്. രോഹിത്തിന്റെ മുഖം കണ്ട് മുത്തശ്ശി ചോദിക്കാ, എന്നാടോ കൊച്ചേ, നിന്റെ മുഖമൊക്കെ വല്ലാതായിട്ടുണ്ടല്ലോ, എന്താ പറ്റിയത്? അതൊന്നുമില്ല മുത്തശ്ശി, ചെറിയൊരു തലവേദന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് ഫോണെല്ലാം കൊടുത്തിട്ട് രോഹിത് വേഗം പോകുന്നുണ്ട്. എന്നിട്ട് അടുക്കള ഭാഗത്തേക്ക് രോഹിത് ഒന്ന് എത്തി നോക്കുന്നുണ്ട്. അപ്പൊ അലീനാണ് ജോലി ചെയ്യുന്ന തിരക്കിലാണ്. പാവം എന്റെ ചേച്ചി ഒരു പരാതിയും പരിഭവം ഇല്ലാതെ ഞങ്ങളെയൊക്കെ കൂടപ്പിറപ്പുകളെ പോലെ നോക്കി. അമ്മ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അമ്മയ്ക്കും താങ്ങും തണലുമായി നിന്നു. ആരേലും ചെയ്യോ ഇങ്ങനെയൊക്കെ? സ്വന്തം വീട്ടിൽ പട്ടിപ്പണി എടുത്ത് ആ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നു. ചേച്ചിക്ക് വേണമെങ്കിൽ എല്ലാ സത്യയോടെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ ചേച്ചി ഒരു കുടുംബം തകരേണ്ടെന്ന് വെച്ച് ചേച്ചി ഒന്നും പറയുന്നില്ല. എല്ലാവരുടെയും ആട്ടും തുപ്പും കേട്ട് ഇവിടെ ജീവിച്ചു പോകുന്നു. വെറുതെ അല്ല എന്റെ അച്ഛന്റെ സ്വഭാവം പെട്ടെന്ന് മാറിയത്. അച്ഛൻ ഇതൊക്കെ അറിഞ്ഞത് കൊണ്ടായിരിക്കും അമ്മയോട് ദേഷ്യം എന്നൊക്കെ രോഹിത് അലീനെ നോക്കി ഇങ്ങനെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാണ്. എന്നിട്ട് രോഹിത് വീണ്ടും മുത്തശ്ശിയുടെ റൂമിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി ചോദിക്കും, എന്നാടാ എന്നാ പറ്റിയത്? നീ വീണ്ടും ആ ഹരിയുടെ കൂടെ കൂടി എന്തേലും കുഴപ്പത്തിൽ ചാടിയോ? നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പൊ രോഹിത് അതൊക്കെ കേട്ട് തല താത്തി നിൽക്കും. എന്നിട്ട് രോഹിത് മുത്തശ്ശിയുടെ അടുത്ത് പോയിരിക്കാണ്. മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആക്കായി വരുന്നുണ്ടോ? ഹോ, ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല കുഞ്ഞെ. നീയൊക്കെ എന്നോട് ഇങ്ങനെങ്കിലും ചോദിച്ചല്ലോ. ആകെ ഒന്ന് എന്നെ ശ്രദ്ധിക്കുന്നത് ആ കൃഷ്ണമോളും അനുമോനുമാണ്.
പിന്നെ അലീന കൊച്ച്, ആ കൊച്ചിന്റെ കാര്യം പറയാത്തതാണ് നല്ലത്. ആ കൊച്ചിവിടെ എത്രമാത്രം കഷ്ടപ്പെടുന്നു. അതിനെ പോലെ ഒരു സെർവന്റിനെ കിട്ടിയത് നിന്റെ അമ്മയുടെ ഭാഗ്യമാണ്. അപ്പോൾ അത് കേട്ട് രോഹിത് അവിടെ ഒന്നും മിണ്ടില്ല. ഹോ, അവളെ പറഞ്ഞത് നിനക്ക് ഇഷ്ടമായി കാണില്ല. നിനക്കും നിന്റെ അമ്മയ്ക്കും ബബിതയ്ക്കും അവളെ ഇഷ്ടമല്ലല്ലോ. എടാ മോനെ, അവൾ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? നിന്റെയൊക്കെ തുണികൾ കഴുകി മടക്കി വെച്ച് തരുന്നില്ലേ? പോരാത്തതിന് നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി ഒരു പട്ടിയെ പോലെ അവിടെ പണിയെടുക്കുന്നില്ലേടാ? ഒരു ഹോം നേഴ്സായി വന്നിട്ട് അവൾ ഇവിടുത്തെ പണി മൊത്തം ചെയ്യുന്നില്ലേ? എന്നിട്ടോ അവൾക്ക് കൊടുക്കുന്ന ശമ്പളോ ഒരു ഹോം നേഴ്സിന്റെ ശമ്പളം മാത്രം. ഇതൊക്കെ കേൾക്കുമ്പോ രോഹിത്തിന് അവിടെ ആകെ സങ്കടമാവുന്നുണ്ട്. രോഹിത്തിന്റെ ഈ മട്ടും പാവം മൂഡ് ഓഫ് ഒക്കെ കണ്ടിട്ട് മുത്തശ്ശി വീണ്ടും ചോദിക്കും, എടാ മോനെ, നിനക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ കയ്യിൽ പൈസ ഇല്ലേ? ഇല്ലെങ്കിൽ നീ മുത്തശ്ശിയുടെ ഫോൺ കൊണ്ടുപോയിക്കോ. വേണ്ട മുത്തശ്ശി, അതൊന്നും വേണ്ട. ഫോണ് റീചാർജ് ഒക്കെ ചെയ്തു. പിന്നെ എന്നതാണ് നിന്റെ പ്രശ്നം? നീ ഒരു കാര്യം ചെയ്യ്, മോൻ കുറച്ചു നേരം മുകളിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ. അപ്പൊ മോന്റെ ഈ വയ്യായൊക്കെ ഒന്ന് മാറിക്കോളും. മോൻ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അലീനയെ വിളിച്ചാൽ മതി. മോൻ ചെല്ല് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി രോഹിത്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. അപ്പൊ രോഹിത് അങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുമ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടി കൊച്ചേ, രോഹിത് നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല മുത്തശ്ശി, എന്തേ? അതല്ലടി മോളെ, അവൻ എന്തോ ഒരു വിഷമമുണ്ട്. ആകെ മൂഡ് ഓഫ് ആണ്. എന്റെ ഫോൺ കൊണ്ടുപോകുന്നത് വരെ അവനൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫോൺ തിരിച്ചു കൊണ്ടുവരുമ്പോ അവൻ ആകെ മൂഡ് ഓഫ് ആണ്. അപ്പോൾ അലീന പറയും, അത് അവൻ ആ ഒരു കേസിൽ കുടുങ്ങിയത് കൊണ്ടായിരിക്കും, മയക്കുമരുന്ന് കേസിൽ. ആ ഹരി അവനെ ചതിച്ചതാണ് മുത്തശ്ശി. അതായിരിക്കും അവന്റെ സങ്കടം. മുത്തശ്ശിക്കൊന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നോ ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കാനായിട്ട്? ഹോ, ഞാനതൊന്നും പറയാൻ പോയില്ല കൊച്ചേ. അവൻ ആകെ സങ്കടത്തിലാണ്. എനിക്ക് അവനെ കണ്ടിട്ടൊന്നും പറയാൻ തോന്നിയില്ല. എന്തായാലും അവൻ ഇടയ്ക്ക് എന്റെ അടുത്തേക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നെല്ലാം മുത്തശ്ശിയോട് അലീനയുടെ അടുത്ത് പറയാണ്. പിന്നീട് അലീന മുത്തശ്ശിയോട് ചോദിക്കും, മാഡത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു, ഗംഗാധരൻ വിളിച്ചിരുന്നു. വൈജമോൾ ഇപ്പൊ ഓക്കെ വരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും ഈ ഒരു ആക്സിഡന്റോട് കൂടി വൈജമോളും ബാലേന്ദ്രനും തമ്മിലുള്ള ആ യുദ്ധം അങ്ങോട്ട് അവസാനിച്ചു. അവൻ അവളെ കയറി കണ്ടു എന്നൊക്കെയാണ് ഗംഗാധരൻ പറഞ്ഞത്. അവനാണ് അവൾക്ക് കൂട്ടിയിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ അലീനയ്ക്ക് അവിടെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. താൻ വന്നതിൽ പിന്നെയാണല്ലോ അവർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്ന് അറിയുമ്പോ അലീനയ്ക്ക് അവിടെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അലീന നിറ കണ്ണുകളോട് കൂടി അവിടെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നിൽക്കാണ്. അങ്ങനെ പിന്നീട് രോഹിത് ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നുണ്ട്. ചെയറൊക്കെ വലിക്കുന്ന ഒച്ച കേട്ട് ആരാന്ന് നോക്കാനായിട്ട് അലീന മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് എത്തി നോക്കും. അപ്പൊ രോഹിത് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് കാണുക. അപ്പോൾ അലീന വേഗം കണ്ണൊക്കെ തുടച്ച് രോഹിത്തിന് ഭക്ഷണം എടുത്തു കൊടുക്കും. എന്നിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത ശേഷം അലീന കിച്ചണിലേക്ക് പോകാൻ തുടങ്ങാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഭക്ഷണം കഴിച്ചോ എന്ന് രോഹിത് ചോദിക്കാണ്. രോഹിത്തിന്റെ ഈ ഒരു ചോദ്യം കേട്ടതും അലീന ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കും. ഇവൻ എന്നോട് തന്നെയാണ് ചോദിച്ചത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അലീന 4 സൈഡും നോക്കുന്നുണ്ട്. ഇനി വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അങ്ങനെ ചുറ്റോറും നോക്കുന്നുണ്ട്. എടാ മോനെ, നീ മുത്തശ്ശി കഴിച്ചോ എന്നാണ് ചോദിച്ചത്. അപ്പൊ രോഹിത് അവിടെ ഒന്ന് തല താഴ്ത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, അല്ല ചേച്ചി കഴിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് കേട്ടതും അലീന ആകെ ഞെട്ടി നിൽക്കാണ്. ആ, ഞാൻ കഴിച്ചു, അല്ല കഴിച്ചോളാം എന്നൊക്കെ അവിടെ അലീന രോഹിത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളം രോഹിത്തിന്റെ ഈ ഒരു മാറ്റൊക്കെ കണ്ടിട്ട്. എന്നാ ചേച്ചി എന്റെ കൂടെ ഇരുന്നോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഹേ, നീ എന്താ പറഞ്ഞേ, നിന്റെ കൂടെ ഇരിക്കാനോ? അതെ ചേച്ചി. അപ്പോൾ അലീന പറയും, നീ കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. ചേച്ചി നാളെ നീലഗിരിയിലേക്ക് വരുന്നുണ്ടോ? അമ്മയെ കാണാൻ ഞാൻ നാളെ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്, ചേച്ചി വരുന്നോ? അപ്പോൾ അലീന ഇങ്ങനെ ഓർക്കും, ഇവൻ എന്നെ ചതിക്കാൻ വേണ്ടിയാകും എന്നെ കൊണ്ടുപോകുന്നത്. ഇതാ വൃത്തികെട്ട ഹരിയുടെ പ്ലാൻ ആയിരിക്കും. ഇന്നലെ വരെ എന്നെ കണ്ട നോക്കി പേടിപ്പിച്ചിട്ടും വഴക്കുണ്ടാക്കിയും അവനാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം. ഇത് അവൻ എന്നെ ട്രാപ്പിലാക്കാനായിരിക്കും എന്നൊക്കെ അലീന അവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും. ചേച്ചി, ഞാൻ ചോദിച്ചതിന് ചേച്ചി ഒന്നും പറഞ്ഞില്ല. എന്താ? ആ, അത് പിന്നെ ഞാൻ വരുന്നില്ല. എന്നെ കണ്ട മാഡത്തിന് ഇഷ്ടമായിന്ന് വരില്ല. പിന്നെ മുത്തശ്ശി ഇവിടെ തനിച്ചായി പോകും. അതുകൊണ്ട് നീ പൊയ്ക്കോ. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, ഓക്കെ എന്നാ ശരി, എന്നാ ഞാൻ പൊയ്ക്കോളാം എന്ന രീതിക്കാണ് രോഹിത് പറയാണ്. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവനിപ്പോ എന്താ ഇങ്ങനെ ഒരു മാറ്റം? ഒടുക്ക രണ്ടും കൽപ്പിച്ച് അലീന ചോദിക്കുന്നുണ്ട്, രോഹിത്തെ, നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് നീ എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ? ഇതാ ഹരിയുടെ പ്ലാൻ ആയിരിക്കും അല്ലേ? എന്നെ നശിപ്പിക്കാനല്ലേ നിങ്ങളുടെ പ്ലാന്? അയ്യോ അല്ല ചേച്ചി, ഞാനിപ്പോൾ അവനുമായിട്ട് ഒരു കൂട്ടുകെട്ടുമില്ല. ഹോ, എന്നിട്ടാണോ നീ ഇപ്പൊ എന്നോട് വരുന്നു എന്ന് ചോദിച്ചത്? ഇത്രയും ദിവസം ഇല്ലാത്ത സ്നേഹമാണല്ലോ നിനക്കിപ്പോ എന്നോട് പെട്ടെന്ന്. ദേ രോഹിത്തെ, നിന്റെ ചേച്ചിയെ പോലെ ഞാൻ നിന്നോട് വീണ്ടും പറയാണ്. ആ ഹരി പറയുന്നത് കേട്ട് നീ ജീവിച്ചാൽ നിന്റെ ജീവിതം നശിച്ചു പോവുകയുള്ളൂ. അവൻ നിന്നെ കൊടുക്കും. നിന്റെ ലൈഫ് വെച്ചിട്ടാണ് മോനെ അവൻ കളിക്കുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി ചേച്ചി. എന്തായാലും ഞാൻ ഇനി എന്ത് പറഞ്ഞാലും ചേച്ചി എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നാലും ഞാൻ പറയാണ്, ചേച്ചി എന്നോട് ക്ഷമിക്കണം. സോറി ചേച്ചി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് രോഹിത് ഭക്ഷണം പോലും കഴിക്കാതെ നീട്ടി പോവാണ്. ഇവനിതിപ്പോ എന്താ പറ്റിയത്? എന്തായാലും അവൻ എന്നോട് മനസ്സിൽ തട്ടിയ പോലെയാണ് എന്നോട് പറഞ്ഞത്. ഇവൻ എന്തൊക്കെയോ അറിഞ്ഞതുപോലെയാണ് അവന്റെ സംസാരം എന്നൊക്കെ ചിന്തിച്ചോണ്ട് അലീന അവിടെ അങ്ങനെ നിൽക്കാകും. അതുപോലെ രോഹിത് ഭക്ഷണം ഒന്നും കഴിക്കാതെയാണല്ലോ പോയത്. ഈ ഭക്ഷണം അവന്റെ റൂമിൽ കൊണ്ടു കൊടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത്തിന്റെ റൂമിലേക്ക് ഭക്ഷണവുമായിട്ട് അലീന പോവാണ്.
എന്നിട്ട് ഡോറിൽ മുട്ടുമ്പോ രോഹിത് പറയുന്നുണ്ട് അകത്തേക്ക് വരാനായിട്ട്. എന്നിട്ട് അലീന ഭക്ഷണം ടേബിളിൽ വെച്ചിട്ട് പോകും. അലീന പോകാൻ നേരം രോഹിത്തിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. അപ്പൊ രോഹിത് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എന്റെ ചേച്ചി, എന്റെ പാവം ചേച്ചി, എന്നോട് ക്ഷമിക്കണേ. എനിക്ക് ചേച്ചിയുടെ കാലിൽ വീണ് മാപ്പ് പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യമല്ല. എന്നാലും എന്തിനും ഏതിനും എന്റെ ചേച്ചിയുടെ കൂടെ താങ്ങും തണലുമായിട്ട് ഈ അനിയനുണ്ടാകും എന്നൊക്കെ രോഹിത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാണ്. എന്തായാലും രോഹിത് സത്യങ്ങൾ മൊത്തം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി സത്യങ്ങൾ അറിയാനായിട്ടുള്ളത് പ്രധാനമായിട്ടും വൈജിയാണ്. രോഹിത്തിനാണെങ്കിലും അതുപോലെ കൃഷ്ണമോൾക്കാണെങ്കിലും സത്യങ്ങൾ അറിയാ എന്നത് അലീനയ്ക്ക് ഇതുവരെയായിട്ടും അറിയില്ല. അതുപോലെ നമ്മുടെ വൈജ സത്യങ്ങൾ അറിയാൻ വേണ്ടി നീലഗിരിയിലേക്ക് പോകുന്നതിനിടയിലാണ് വൈജിക്ക് ആ ഒരു വലിയ ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഇതോടുകൂടി വൈജ ഇനി കുറച്ചു കാലം കിടപ്പിലാവുന്നുണ്ട്. അന്നേരം വൈജയെ നോക്കുന്നത് അലീന തന്നെയാണ്. എന്തായാലും മഴത്തോരു മുംബൈയിൽ ഇനി സംഭവ ബഹുലമായിട്ടുള്ള തകർപ്പൻ എപ്പിസോഡുകളെല്ലാമാണ് വരാനിരിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.